നമസ്കാരം. എ.ഡി.എം. നവീൻ ബാബുവിൻ്റെ വിഷയം പതുക്കെ പതുക്കെ എല്ലാവരും മറക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കേസ് എടുക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് ഒരുവിധം ആളുകളെല്ലാവരും തന്നെ ആ വാർത്ത എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനുമപ്പുറം ആർക്കാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലെ വിടവ് നികത്താനാകാതെ പോകുന്നത്? അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തന്നെയാണ്, അല്ലെ? അതാ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടം, ആ വിടവ് ശരിക്കും അനുഭവിക്കുന്നത് നമ്മളായിരിക്കും. പുറത്തുള്ളവർക്ക് അത് കുറച്ചു ദിവസത്തേക്ക് മാത്രമുള്ള ഒരു അനുഭവമായി മാറുകയാണ് ചെയ്യുക. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ്, എ.ഡി.എം. നവീൻ ബാബുവിന്റെ കുടുംബത്തിനാണ് ആ വിടവ് ഏറ്റവും അധികം അനുഭവപ്പെടുക. ആ കുടുംബത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമാണ്, ആ 2 പെൺകുട്ടികൾക്കുമാണ് അദ്ദേഹത്തിന്റെ വിടവ് ഏറ്റവും അധികം അനുഭവപ്പെടുക. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ അദ്ദേഹത്തിന് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്, ആർക്ക്? CPM-ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അവർ ഹൈക്കോടതിയിലേക്ക് പോയതും CBI അന്വേഷണം ആവശ്യപ്പെട്ടതുമെല്ലാം അതിൻ്റെ ഭാഗമായി തന്നെയാണ്. അപ്പോഴും അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ് എന്നുള്ളതിലൊന്നും ഇതുവരെയും യാതൊരു തരത്തിലുമുള്ള ഒരു സൂചനകളും പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പക്കൽ ചില ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് കണ്ണൂരിലെ CPM-ന്റെ പല കൈകടത്തലുകളുടെയും രേഖകളായിരുന്നു. അതായത് ലാൻഡ് മാഫിയ, ക്വാറി മാഫിയ, കള്ളപ്പണക്കടത്ത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ്, അതായത് ഈ പെട്രോൾ പമ്പിന് അനുവാദം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പിന്നാലെ പോയപ്പോൾ കിട്ടിയ തെളിവുകളാണ് ഇതെല്ലാം. ഇദ്ദേഹം ഒരുപക്ഷെ സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ഈ മാഫിയയുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ അദ്ദേഹത്തിന് പല കാര്യങ്ങളും പല വിവരങ്ങളും കൈമാറിയിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത് പല കത്തുകളും പല മെസ്സേജുകളും അദ്ദേഹം കുടുംബത്തിൽ വന്നതിന് ശേഷം വായിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. തമിഴിൽ വരുന്ന കത്തുകൾ തമിഴ് ഭാഷ അറിയാവുന്ന അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് വായിപ്പിച്ചിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇത് അത്രയും രഹസ്യമായി തനിക്ക് കൈമാറുന്ന വിവരങ്ങളല്ലേ, ഓഫീസിൽ വെച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ റൂമിൽ വെച്ചാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഏതെങ്കിലും ഒരു വഴിക്ക് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നവർക്ക് വിനയായി തീരുമെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം അത്രയും, അതായത് തനിക്ക് വിവരം കൈമാറുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത കൂടി ഉള്ളതുകൊണ്ട് അദ്ദേഹം സ്വന്തം വീട്ടിൽ വന്നതിന് ശേഷം അടച്ചിട്ട മുറിയിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും ഇത്തരം രേഖകളും ഇത്തരം വിവരങ്ങളും ഒക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. എന്തായാലും നവീൻ ബാബു പോയിരുന്നത് സത്യത്തിൻ്റെയും നീതിയുടെയും എല്ലാം വഴിക്കാണ്. അദ്ദേഹത്തിന് ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, അത് നീതിയുടെ വഴിയായിരുന്നു. അഴിമതി എന്നുള്ളത് അദ്ദേഹത്തിന് തൊട്ടു തീണ്ടിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അഴിമതി തൊട്ടു തീണ്ടിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ ദുർഗതി വരില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ഈ കുടുംബത്തിനും ഈ ദുർഗതി വരില്ലായിരുന്നു. എന്തായാലും ദേവസ്വം ബോർഡിന്റെ ഭൂമി ഉൾപ്പെടെ കൈയേറിയിട്ട് അവിടെ ലാൻഡ് മാഫിയ, ക്വാറി ഉൾപ്പെടെയുള്ളവ നടത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്ന വിവരങ്ങളാണ്. എന്തായാലും TV പ്രശാന്തന് ആ വളവുള്ള സ്ഥലത്ത് പെട്രോൾ പമ്പിന് അനുമതി നൽകാത്തതാണല്ലോ വിഷയമായത്. അതിന് അനുമതി അദ്ദേഹം നൽകാതിരുന്നതാണ് ദിവ്യയെ ചൊടിപ്പിച്ചതും. മാത്രമല്ല അദ്ദേഹത്തിന് മുകളിൽ, അതായത് ദിവ്യയ്ക്ക് മുകളിൽ അദ്ദേഹം പോലും വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്നും മാറി CPI-യുടെ നേതാക്കൾ ഇടപെട്ടതോടുകൂടിയാണ് ഇത് ലഭിച്ചത് എന്നുള്ളതാണ് ദിവ്യയുടെ ഈഗോ ഉണരാൻ കാരണം. പക്ഷേ അദ്ദേഹത്തിന് അപ്പോഴേക്കുമാണ് വേണ്ടപ്പെട്ട ഒരു രേഖ കൂടി കിട്ടിയത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രേഖ കിട്ടിയതോടുകൂടിയാണ്, ആ NOC കിട്ടിയതോടുകൂടിയാണ് ആ രേഖയിൽ അദ്ദേഹം ഒപ്പുവെക്കുന്നതും. ആ ഒപ്പുവെച്ചതിൻ്റെ പിറ്റേ ദിവസമായിരിക്കണം അദ്ദേഹത്തിനെ ദിവ്യ ഇത്രയേറെ അപമാനിച്ചതും. എന്തായാലും ദിവ്യ അപമാനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പക്കൽ അതിനകം തന്നെ കൃത്യമായ രേഖകൾ, അതായത് ദിവ്യയും TV പ്രശാന്തനും കളക്ടർ അരുൺ K. വിജയനും PV ഗോപിനാഥും ഉൾപ്പെടെയുള്ള പലരുടെയും ഒത്തുകളിയും അതിനൊക്കെ മുകളിൽ P. ശശി ഉൾപ്പെടെ ചേർന്ന് നിൽക്കുന്ന ഈ മാഫിയയുടെ പല കള്ളക്കളികളുടെയും രേഖകൾ, ഭൂമി കയ്യേറിയതിൻ്റെ രേഖകൾ ഒക്കെയും അദ്ദേഹത്തിന്റെ കൈവശം കിട്ടിയിരുന്നു.
ഈ കൈവശം കിട്ടിയ രേഖകളെല്ലാം തന്നെ അദ്ദേഹം വിജിലൻസിന് കൈമാറുമെന്നുള്ള ഒരു സൂചനകൾ കൂടി അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതാണ്. അത്തരത്തിലൊരു റിപ്പോർട്ട് കൂടി അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ വിജിലൻസ് CI എന്ന് പറയുന്നത്, വിനു മോഹൻ എന്ന് പറയുന്നത് അവിടെ CPMന്റെ കൈയാളായിട്ട് ഇരുന്നിരുന്ന വ്യക്തിയാണ്. അദ്ദേഹവും കണ്ണൂർ പോലീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ്. അവിടെ ഒരു വിവരാവകാശ പ്രവർത്തകന്റെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ചുരുളി മേഖലയിൽ CPM അനധികൃതമായി ഭൂമി കയ്യേറുകയും കൈവശപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ അന്വേഷണങ്ങൾ നടന്നു വന്നപ്പോൾ ഇവർക്ക് CPMന് അനുകൂലമായിട്ട് ഈ കാര്യങ്ങളെല്ലാം തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിനു മോഹൻ എന്ന് പറയുന്ന അപ്പോഴത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ വിജിലൻസിലേക്ക് CPM മാറ്റിയെടുക്കുന്നത് പോലും. അതിനുശേഷം ശ്രീജിത്ത് കൊടേരിയെ അവിടെ നിയമിക്കുന്നു. ശ്രീജിത്ത് കൊടേരിയും CPMന്റെ ഏറ്റവും അടുത്ത ആള് തന്നെയാണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ വലം കൈയാണ്. പിന്നെ എങ്ങനെയാണ് ഈ രേഖകളെല്ലാം അട്ടിമറിക്കപ്പെടുന്നത്? അതായത് അത്തരത്തിൽ ഒരു പക്ഷേ വിനു മോഹൻ, ഈ വിജിലൻസ് ഉദ്യോഗസ്ഥനായ വിനു മോഹൻ CPMന്റെ ആളാണെന്ന് ADM നവീൻ ബാബുവിന് അറിയാതെ പോയോ എന്നുള്ള ഒരു സംശയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്തെല്ലാം തരത്തിലുള്ള രേഖകളാണ്? 5000 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതിന്റെ രേഖകൾ കൂടി അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം, സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഇത് പറയാൻ കാരണം ഇക്കഴിഞ്ഞ ദിവസം ഒരു ആൾ പുറത്തുവിട്ട ഒരു കാര്യമാണ്. അജിബ് നൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്തുവിട്ട ഒരു സൂചനയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പക്കൽ, ADM നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നത് 5000 കോടിയുടെ ഭൂമാഫിയയുടെ 5000 കോടിയുടെ ക്രമക്കേട് നടത്തിയതിന്റെ രേഖകൾ സർക്കാരിന്റെ രജിസ്ട്രേഷൻ വകുപ്പിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സൈറ്റിൽ ലഭ്യമാണ് എന്നുള്ളതാണ്. അതായത് പെട്രോൾ പമ്പിന്റെ ആധികാരികമായിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഈ സർക്കാർ വെബ്സൈറ്റിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള രേഖകൾ അത് ക്രോസ് ചെക്ക് ചെയ്തു. ആ ക്രോസ് ചെക്ക് ചെയ്തതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ 5000 കോടിയുടെ ഇടപാട്, ക്രമക്കേട് ഭൂമാഫിയവുമായി ചേർന്ന് നടത്തി എന്നുള്ള വിവരങ്ങൾ കിട്ടിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ വെബ്സൈറ്റിൽ പോകുമ്പോൾ എത്ര രൂപയുടെ രജിസ്ട്രേഷൻ നടത്തി എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ തന്നെ ഓരോ ജില്ല തിരിച്ചിട്ടുള്ള രജിസ്ട്രേഷന്റെ വിവരങ്ങളും ലഭിക്കും. ഇതിൽ കണ്ണൂരിൽ പോകുമ്പോൾ ലഭിക്കുന്ന അതേ രേഖകൾ, അതേ ഡോക്യുമെന്റ് തന്നെ വയനാട് ജില്ലയുമായി കേന്ദ്രീകരിച്ച് നടത്തിയ ഡോക്യുമെന്റ് പരിശോധനയിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് അദ്ദേഹം കണ്ടെത്തിയത് എന്നുള്ള സൂചന അജിബ് നൂർ എന്ന് പറയുന്ന വ്യക്തി നൽകുന്നത്, അദ്ദേഹം ഒരുപക്ഷെ ഏതെങ്കിലും ഡാറ്റ അനാലിസിസ് സോഫ്റ്റ്വെയറിൽ ഇതിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുള്ള ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് പവർ BI എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യം. ഈ ഡാറ്റയിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഭീകരാവസ്ഥ ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഈ സോഫ്റ്റ്വെയർ കാണിച്ചു കൊടുക്കുകയാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചത് ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള രേഖകളാണ്. അതായത് ഭൂമാഫിയയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകളുടെ രേഖകളാണ്. 2 ജില്ലകളിലും ഒരേ ആളുകളുടെ പേരിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിൽ നടത്തിയ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഡോക്യുമെന്റ്സ്. അദ്ദേഹത്തിന്റെ ആ 2 ഫയലുകൾ എന്ന് പറയുന്നത്, കയ്യിലുണ്ടായിരുന്ന 2 ഫയലുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള ഡോക്യുമെന്റുകളാകാം. ഇതിന്റെ ശരിയായ വിവരങ്ങൾ ഇനി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട തഹസിൽദാർ കൂടി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ, ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഇതിനു വേണ്ടി മെനക്കിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഉന്നത കേന്ദ്രങ്ങളിൽ ഈ സംഭവങ്ങൾ പത്തനംതിട്ട കളക്ടർ വഴി അന്വേഷണ സംഘത്തെ, അതായത് ഒരു ഡാറ്റ അനാലിസിസ് വിങ്ങിനെ രൂപീകരിച്ച ഈ രേഖകളെല്ലാം തന്നെ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുന്നിൽ ഇവർ കൃത്രിമം നടത്തിയ രേഖകൾ കിട്ടാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടാകുമെന്നാണ് സൂചനകൾ. അത്തരത്തിലുള്ള ഒരു ഡാറ്റ അനാലിസിസ് വിങ്ങിനെ നിയോഗിക്കുകയും കൃത്യമായ രീതിയിൽ ഈ പറയുന്ന സംശയം തോന്നുന്ന തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുള്ള രേഖകൾ
ഏതാണ്ട് 2000 ചില്ലാനം രജിസ്ട്രേഷനുകളാണ് 2 ജില്ലയിലുമായി നടന്നിട്ടുള്ളത്. ഇതിൽ പലതും ഒരേ ഡോക്യുമെന്റുകളാണ് എന്നുള്ളതാണ് പരിശോധിക്കുമ്പോഴും മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായ രീതിയിൽ ഒരു ഡാറ്റ അനാലിസിസ് വിങ്ങിനെ വെച്ചിട്ട് പഴയ രേഖകൾ പൂഴ്ത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ആ രേഖകൾ ഈ രേഖകൾ എങ്ങനെയാണ് ഒരേ രേഖകൾ വന്നത്, എങ്ങനെയാണ് ഇതിൽ കൃത്രിമം നടത്തിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഭൂമാഫിയ തന്നെയായിരിക്കണം, അതായത് TV പ്രശാന്തനും PP ദിവ്യയും കളക്ടർ അരുൺ കെ വിജയനും ഒക്കെ അടങ്ങുന്ന ഈ സംഘത്തിന്റെ അതിന്റെ തല ഇരിക്കുന്നത് വേറെ ഉന്നത സ്ഥാനത്താണ്. അത് പേര് നമ്മൾ പറഞ്ഞതാണ്. ആ ഉന്നത സ്ഥാനത്തിരിക്കുന്ന തല കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചായിരിക്കാം. അല്ലാതെ ഇവർക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്ര വലിയ കോടിയുടെ കൊള്ള നടത്താനൊന്നും കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണം മുറയ്ക്ക് നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണം ഇപ്പോൾ ഇരിക്കുന്ന SIT അന്വേഷിച്ചാൽ കണ്ടെത്താനും സാധിക്കില്ല. ഇത്ര ദിവസത്തെ അന്വേഷണത്തിലൂടെ SIT ചെയ്തിരിക്കുന്നത് തെളിവുകൾ ഇവർക്ക്, അതായത് ആരോപണ വിധേയർക്ക് അനുകൂലമായിട്ട് തന്നെ തെളിവുകൾ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹത്തിന്റെ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഇതിൽ സംശയമുണ്ടെന്ന് തന്നെയാണ് ADM നവീൻ ബാബുവിന്റെ ഭാര്യ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അത് തന്നെയാണ് അന്വേഷിക്കപ്പെടേണ്ടത്. അതായത് അദ്ദേഹത്തിന്റെ മരണത്തിൽ ഭൂമാഫിയയ്ക്ക് ഒരു പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കളക്ടർ അരുൺ കെ വിജയൻ ആറളം ഫാം സ്വകാര്യ വ്യക്തിക്ക് നൽകിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണ്. കളക്ടർ അരുൺ കെ വിജയന് നേരിട്ടുള്ള ലാഭവും പരോക്ഷമായ അതിൽ നിന്ന് മറ്റൊരു ലാഭങ്ങൾ നേടിയിട്ടുള്ളവരും കൂടി ഉണ്ടാകാം. മാത്രമല്ല അരുൺ കെ വിജയൻ ഇത് ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലുള്ളവർക്ക് ഇതിനപ്പുറം ലാഭം ഈ കച്ചവടത്തിൽ ഉണ്ടായിരിക്കാം എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അരുൺ കെ വിജയനും PP ദിവ്യയും PV ഗോപിനാഥും ഉൾപ്പെടെയുള്ള TV പ്രശാന്തനൊക്കെ ഉൾപ്പെടെയുള്ള ഈ ലോബിയുടെ ഇത്രയേറെ കോടിയുടെ ക്രമക്കേടുകൾ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ CBI അന്വേഷണം തന്നെ അനിവാര്യമായി വരും. ഇത് കേരള പോലീസ് അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയേറെ എഫിഷ്യന്റ് ആയിട്ടുള്ള സേന തന്നെയാണ് കേരള പോലീസ്. പക്ഷേ ആ സേനയെ കൂച്ചുവിലങ്ങിട്ട് നിർത്തിയിരിക്കുകയാണ്. താല്പര കക്ഷികളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അന്വേഷണ സംഘമാണ് നിയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല കളക്ടറെയൊക്കെ ചോദ്യം ചെയ്യാൻ ഈ റാങ്കിലുള്ള ഒരു DYSP റാങ്കിന് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് കഴിയുക? അതുകൊണ്ട് തന്നെ ഈ കേസ് CBI ഏറ്റെടുക്കുകയും ഇത്തരത്തിലുള്ള ഡാറ്റ അനാലിസിസ് വിങ് രൂപീകരിച്ച് ഇതിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അതിന് പിന്നിൽ നടന്നിട്ടുള്ള വൻ കുംഭകോണം പുറത്തു വരികയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ADM നവീൻ ബാബുവിന് നീതി ലഭിക്കുകയും ചെയ്യൂ. നന്ദി.